AC ഗ്യാസ് ലീക്കായി AC വർക്ക് ചെയ്യാണ്ട് വന്നൊരു വണ്ടിയുടെ AC കംപ്രസറാണിത്. അപ്പം കംപ്രസറിലൂടെയാണോ ലീക്ക് എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കംപ്രസർ അഴിച്ച് ഈ രീതിയിൽ സെപ്പറേറ്റ് പ്രഷർ ഇട്ട് ചെക്ക് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ചെറിയ ചെറിയ ബബിൾസ് വരുന്നുണ്ടല്ലോ, ആ ഏരിയയിലാണ് പ്രഷർ ലീക്ക് ഉള്ളത്. ഇതൊരു ഓൾഡ് സ്കൂൾ ടെക്നിക്കാണ് എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നാം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, എന്തൊക്കെ പുതിയ ടെക്നോളജികൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് ഈ ഒരു AC ഗ്യാസിൻ്റെ ലീക്ക് കണ്ടുപിടിക്കാൻ ഇങ്ങനത്തെ പഴയ രീതികളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. AC റിപ്പയറിംഗ് വർക്ക്ഷോപ്പുകളിൽ ഇങ്ങനത്തെ ഒരു ടൂൾസ് ഉള്ളത് വളരെ നല്ലതാണ്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഡാഷ്ബോർഡിനുള്ളിൽ ഇവാപ്പറേറ്ററാണ് ലീക്ക് എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമാത്രം നമുക്ക് ഈ ഒരു ഫിറ്റിങ്സുകൾ ഉപയോഗിച്ച് സെപ്പറേറ്റ് പ്രഷർ ഇട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉള്ള ഈ ഒരു AC കംപ്രസറിൻ്റെ ലീക്ക് നമ്മൾ കണ്ടുപിടിച്ചതും ഈ ഒരു ഫിറ്റിങ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് പ്രഷർ ഇട്ടിട്ട് തന്നെയാണ്. ഈ കാണുന്ന രീതിയിൽ നമ്മൾ ലീക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കംപ്രസറിൻ്റെ പുള്ളിയും അതേപോലെ ക്ലച്ചും അതേപോലെ അതിൻ്റെ കോയിലും അഴിച്ചു വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇത് ഈ രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഈ കാണുന്ന കംപ്രസർ പുള്ളിയുടെ ബിയറിങ്ങിൽ വെള്ളമൊക്കെ കയറി അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഫിറ്റ് ചെയ്യുമ്പോൾ സൗണ്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഇങ്ങനെ അഴിച്ച് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സീൽ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു പഴയ മോഡൽ AC കംപ്രസറാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ മോഡലിൽ ഇതേപോലെ കോയിലും ക്ലച്ചും ഒന്നും വരുന്നില്ല. പകരം ഒരു സോളനോയിഡ് വാൾവാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സോളനോയിഡ് വാൾവാണ് AC ഗ്യാസ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്.